ജനതയുടെ നെഞ്ചിലേറ്റ പഹൽഗാം എന്ന മുറിവിന് അതിനേക്കാൾ 100 ഇരട്ടി പ്രഹരശേഷിയിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകിയ ഇന്ത്യൻ സൈന്യത്തിന് മനസ്സിന്റെ ആഴങ്ങളിൽ നിന്ന് സല്യൂട്ട് ഏകിക്കൊണ്ട് ഈ വീഡിയോ ആരംഭിക്കട്ടെ. ഇന്ത്യയുടെ പ്രിസൈസ് ആയ മിസൈൽ അറ്റാക്കിൽ തന്റെ കുടുംബത്തിൽപ്പെട്ട 10 പേരെ നഷ്ടപ്പെട്ടതായി മസൂദ് അസർ സ്ഥിരീകരിച്ചു. ആരാണ് ഈ മസൂദ് അസർ? ദക്ഷിണേന്ത്യയിലും എന്തിന് ആഗോളതലത്തിൽ പോലും ഭീകരവാദ ലോകത്ത് അന്വേഷിക്കപ്പെടുന്ന പേരാണ് മസൂദ് അസർ. ടെററിസ്ഥാൻ എന്ന ഓമന പേര് അലങ്കാരമാക്കിയ പാകിസ്ഥാനിലെ ബഹുവൽപൂരിൽ 1968 ജൂലൈ 10 ഇദ്ദേഹം ജനിച്ചു. ജയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ സ്ഥാപക നേതാവായും ഇന്ത്യയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും നടത്തിയ ഭീകരാക്രമണത്തിലൂടെയും കുപ്രസിദ്ധനായി. BBC ഇദ്ദേഹത്തെ ബ്രിട്ടനിലേക്ക് ജിഹാദ് കൊണ്ടുവന്ന വ്യക്തിയെന്ന് വിശേഷിപ്പിച്ചു. 2019 മെയ് 1 ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ ഇദ്ദേഹത്തെ അന്താരാഷ്ട്ര ഭീകരനായി പട്ടികപ്പെടുത്തി. മസൂദ് അസറിന്റെ പിതാവ് അള്ളാ ബക്ഷ് ഷമീർ സർക്കാർ സ്കൂളിലെ പ്രധാന അധ്യാപകനും ദിയോബന്ദി പാരമ്പര്യമുള്ള പുരോഹിതനുമായിരുന്നു. അദ്ദേഹം ഒരു കോഴി ഫാമും ഡയറി ഫാമും നടത്തിയിരുന്നു. 8ാം തരത്തിന് ശേഷം മുഖ്യധാര സ്കൂൾ പഠനം ഉപേക്ഷിച്ച് മസൂദ് ജാമിയ ഉലൂം ഇസ്ലാമിക് സ്കൂളിൽ ചേർന്നു. അവിടെ ബിരുദം നേടി ശേഷം അവിടെ തന്നെ അധ്യാപകനായി കാശ്മീരിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഹർക്കത്ത് ഉൽ മുജാഹിദീൻ എന്ന സംഘടനയുമായി ഇദ്ദേഹം ഇടപെട്ടിരുന്നു. ശേഷം അഫ്ഗാനിലെ ഒരു ജിഹാദ് പരിശീലന ക്യാമ്പിൽ ചേർന്ന ഇദ്ദേഹം സോവിയറ്റ് അഫ്ഗാൻ യുദ്ധത്തിൽ പങ്കെടുത്തു. തുടർന്ന് അർക്കത്ത് ഉൽ അസ്ഹസിന്റെ ജനറൽ സെക്രട്ടറിയായി ഫണ്ട് സ്വരൂപിക്കുന്നതിനും ഇസ്ലാമിസ്റ്റ് ആശയ പ്രചാരണവും ആരംഭിച്ചു. 1994 ഫെബ്രുവരിയിൽ ആനന്ദ്-നാഗിനടുത്തുള്ള ഘനാബാലിൽ വെച്ച് ഇന്ത്യ ഇദ്ദേഹത്തെ പിടികൂടുകയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. ഇദ്ദേഹത്തെ മോചിപ്പിക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടന്നുവെങ്കിലും 4 വർഷങ്ങൾക്ക് ശേഷം ഡിസംബറിൽ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പറക്കുകയായിരുന്ന ഇന്ത്യൻ എയർലൈൻസ് 814 ഫ്ലൈറ്റ് നമ്പർ ഇവർ തട്ടിക്കൊണ്ടുപോവുകയും അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ ഇറക്കുകയും ചെയ്തു. അക്കാലത്ത് അഫ്ഗാനിസ്ഥാൻ താലിബാന്റെ നിയന്ത്രണത്തിലായിരുന്നു. ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി 3 തീവ്രവാദികളെ വിട്ടു നൽകണമെന്നായിരുന്നു അവർ ഉന്നയിച്ച ആവശ്യം. അതിലൊരാൾ മസൂദ് അസർ ആയിരുന്നു. പലരും നയതന്ത്ര പരാജയം എന്ന് വിശേഷിപ്പിച്ച തീരുമാനത്തിൽ ഇന്ത്യ അന്ന് തീവ്രവാദികളെ വിട്ടു നൽകി. ശേഷം ഇവർ പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്യുകയും കറാച്ചിയിൽ വെച്ച് നടത്തിയ പൊതുസമ്മേളനത്തിൽ ഇന്ത്യയെ നശിപ്പിക്കുന്നതുവരെ വിശ്രമിക്കരുതെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഒരു കുടുംബ സംരംഭം പോലെയാണ് അസ്ഹറിന് ജയ്ഷെ. 2001 പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ഭീകരാക്രമണം, 2016 പത്താൻകോട്ട് ആക്രമണം, 2019 പുൽവാമ അറ്റാക്ക്, ഇതിലെല്ലാം അസ്ഹറിന്റെയും ജയ്ഷയുടെയും പങ്ക് വ്യക്തമാണ്. ഇങ്ങനെ ഒരു തീവ്രവാദിയുടെ കുടുംബത്തിലെ 10 പേരുൾപ്പെടെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ മണ്ണിന് വേണ്ടി ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രവർത്തിച്ച മുഴുവൻ പേർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സല്യൂട്ടുകൾ അർപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്.